ഈത്തപ്പഴ ലേഹം എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ഏകദേശം 1.5 കിലോ വരുന്ന ലേഹത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉണക്ക മുന്തിരി നമ്മൾ 50 ഗ്രാം കഴുകി എടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈത്തപ്പഴം അതും നല്ല കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ, കഴുകി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നെയ്യാണ് വേണ്ടത്, അത് 50 ml. അതുപോലെ നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും അതും നല്ല ചെറുതാക്കി ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ എള്ള് 100 ഗ്രാമും അതും ചെറുതാക്കി ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നന്നായിട്ട് വറുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള നിലക്കടല അത് 500 ഗ്രാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്നത് നല്ല ജീരകം ഉലുവയാണ് കേട്ടോ, അത് നന്നായിട്ട് വറുത്ത് കഴുകി വെച്ചതാണ് കേട്ടോ 1 സ്പൂണ്. പിന്നെ നമ്മളൊരു തേങ്ങയുടെ പാൽ കട്ടിയുള്ള പാലാണ് കേട്ടോ എടുക്കുന്നത്, കുറച്ച് വെള്ളത്തിലാക്കി. പിന്നെ വെല്ലം 250 ഗ്രാം, അത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് 2 പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ പൊടിക്കുന്നത്, കാരണം 500 എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ഇതിൽ പൊടിക്കാനാവില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുക്കുക, സ്പീഡ് കൂട്ടിയിട്ട് തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ആ പൊടി നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ അടുത്ത സെറ്റ് ഇടുമ്പോൾ നമ്മൾ അധികം അങ്ങ് പൊടിക്കൂല കേട്ടോ, കാരണം നമുക്ക് കുറച്ച് കടിക്കാനൊക്കെ കിട്ടണം. അന്നേരമാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇതാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിത് ചേർക്കുമ്പോൾ ഇതിൻ്റെ തോല് അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലാണല്ലോ വറുക്കുന്നത്, ഈ ഉപ്പൊന്നും അധികം നമ്മളിതിലേക്ക് ഇതാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടല വറുത്തതിനെ കൊണ്ട് ഉപ്പ് നമ്മൾ വേറെ സെപ്പറേറ്റ് ഇടുന്നില്ല, ഇതിന് അത്യാവശ്യം ഉപ്പുണ്ടാവും. നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതാക്കി പെട്ടെന്ന് അങ്ങനെ ആക്കിയിട്ട് നമ്മളൊന്ന് ചെറിയ കടിക്കാൻ രീതിയിലുള്ള രീതിയിൽ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അതും നമ്മൾ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ആദ്യം പൊടിച്ചതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ജാറ് കഴുകുന്നൊന്നുമില്ല കേട്ടോ, കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ചായൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അയ്യ ജാർ തന്നെ നമുക്ക് അടുത്ത സാധനം കൂടി പൊടിക്കാം. അപ്പോൾ ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും ഇത് രണ്ടും കൂടി 100 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പൗഡർ രൂപത്തിൽ കിട്ടണം കേട്ടോ നമ്മൾ ഈ പൊടിച്ച് വെച്ചത്. നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് കവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിൽ നനവ് അത്ര വേണ്ട. അപ്പോൾ നമ്മൾ മിക്സി ഇടയ്ക്കിടയ്ക്ക് കവേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ഇതിൽ തന്നെ ഇട്ടൊന്ന് പൊടിച്ചാൽ മതി കേട്ടോ. നമ്മൾ ജീരകവും അതുപോലെ തന്നെ ഒരു 2 ഏലക്കായും പിന്നെ ഉലുവ ഇതൊക്കെ വറുത്ത് വെച്ചതാണ് കേട്ടോ, കഴുകി വറുത്ത് വെച്ചതാണ്. അതിപ്പോൾ നമുക്ക് കുറച്ച് അതിനെ കൊണ്ട് അത് പൊടി ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെറിയ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ആക്കിയെടുക്കാം. ഇപ്പോൾ വലിയ മിക്സി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടികളെല്ലാം ഒരുമിച്ച് പൊടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും പണിക്ക് എളുപ്പമായിട്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നതെല്ലാം. നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്കിതിന്. നമ്മൾ കുറച്ച് കുരുമുളക് കൂടി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ വരേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. ഇനി നമ്മളൊരു കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈത്തപ്പഴം, നമ്മൾ നേരത്തെ കുരുകളഞ്ഞിട്ട് വെച്ചിട്ടുള്ള ഈത്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർക്കുമ്പോൾ നന്നായിട്ട് കഴുകി എടുത്ത് തന്നെ വേണം, കാരണം നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കുന്നതാണല്ലോ. നമ്മൾ ഉണക്ക മുന്തിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ഗ്ലാസോളം വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്ലിമ്മിലിട്ടിട്ട് ഒരു വിസിൽ നമ്മൾ വരുന്ന സമയത്ത് വിസിലങ്ങ് താത്തി കൊടുക്കട്ടോ. അപ്പോൾ ഈ വിസിലങ്ങ് പുറത്ത് കളയരുത്, അത് ഇതായിട്ട് വെന്ത് വരണം. നമ്മൾ വിസിലൊന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ടാ ഇതുപോലെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ വെന്ത് കിട്ടണം. ഇത് നിങ്ങളുടെ വേവ് കൂടുതലുള്ള ഈത്തപ്പഴങ്ങൾ നിങ്ങൾ 2 വിസിൽ വെച്ചോ. നമ്മളൊരു കടായി, ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഉരുളി നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ മൊത്തത്തിൽ 1.5 കിലോ ഇതിൽ ചെയ്യാൻ പറ്റാത്തതിന് കൂടി ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ ഉരുളി നന്നായിട്ട് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. നല്ലോണം ചൂടായിട്ടാണ് കേട്ടോ ഒഴിക്കാവൂ. നെയ്യൊന്ന് ചൂടായി വെള്ളമൊക്കെ വറ്റി വന്നാൽ തന്നെ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നമ്മളിപ്പോൾ 2
പ്രാവശ്യമാക്കി ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു പാത്രത്തിൻ്റെ നെയ്യിൻ്റെ പകുതി അളവ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി അളവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ടൊന്ന് ഈ ഒരു ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടായ നെയ്യിലേക്ക് നമ്മുടെ ഈത്തപ്പഴം പേസ്റ്റ്, ഈത്തപ്പഴം ഉണക്കമുന്തിരിൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാത്തിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ചെറിയ ഉരുളി ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് വലിയ ചെറുള്ളിൻ്റെ എല്ലാം ഒരുമിച്ച് ചെയ്ത് കൊടുത്താൽ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നെയ്യ് നമ്മളെ ഈത്തപ്പഴത്തിൽ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. അതാണ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് കുറച്ച് പണിയാണ്, ഇത് കൈവിടാതെ ഇളക്കി എടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ജീരകത്തിൻ്റെ ആ ഒരു പൊടി ഇട്ട് കൊടുക്കട്ടോ. ജീരകം ഉലുവേൻ്റെ ഞാൻ പകുതിയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ പകുതി നിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഇപ്പോൾ ഇനി നമ്മൾ 2 പ്രാവശ്യം ചെയ്യുന്നതിനെ കൊണ്ട് കേട്ടോ ഞാൻ പകുതിയാക്കി എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് എന്നിട്ട് എരിവിൻ്റെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് നമ്മൾ അധികം വെള്ളത്തിലാക്കിയിട്ടില്ല കേട്ടോ. ഒരു പകുതിയോളം ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ് കേട്ടോ. കാരണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുറുകി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി, നിങ്ങൾ വീഡിയോ കാണുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. വീഡിയോയിൽ പെട്ടെന്ന് കാണുന്നുണ്ടെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഇത് ആക്കിയെടുക്കുന്നത്. ഒന്ന് കുറുകി വന്നാലാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസിൽ ചേർക്കുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ചുകൂടി സ്പീഡാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഈത്തപ്പഴമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും നമ്മൾ കടലൊക്കെ ചേർക്കുമ്പോൾ മധുരം ഒന്ന് ഡിം ആവും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ശർക്കര പാനിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ശർക്കര പാനിയും കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഓവർ മധുരമാവുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ബാലൻസ്ഡ് മധുരമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. കാരണം നമ്മൾ കടല വറക്കുമ്പോൾ ഉപ്പിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് വറുത്തത് വാങ്ങുന്നതാണെങ്കിൽ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് വേണം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പും കൂടി ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടല അത് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 250 ഗ്രാമോളം നമ്മളിതിൽ കറക്റ്റായി ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വലിയ പാത്രം എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെ ആയിട്ടായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പൗഡേഴ്സൊക്കെ ഇതിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ബദാമിൻ്റെ പൗഡറാണ് കേട്ടോ. ബദാമിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഏകദേശം 50 ഗ്രാമോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കറുത്ത എള്ളിൻ്റെ പകുതിയോളം ചേർക്കാം. കറുത്ത എള്ള് ചിലർ പൊടിച്ച് ചേർക്കുന്നതാണ്. പൊടിച്ച കയ്പ്പായിരിക്കും കേട്ടോ. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറുത്തകളൊക്കെ ചേർക്കുന്നത് നമ്മുടെ മുടിക്കൊക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ ബുദ്ധി വർദ്ധിക്കാനും നമ്മൾ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കുമ്പോൾ ബുദ്ധി കുട്ടിയൊക്കെ കൊടുക്കാൻ നല്ല ഗുണമാണ് കേട്ടോ. ഇത് ചെറിയ കുട്ടിയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. ഇനി നമ്മൾ നന്നായിട്ട് നടക്കിയെടുക്കാം കേട്ടോ. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിനെ കൊണ്ട് ഇനി കുറുകുന്ന നേരം നല്ലോണം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ല ബബിൾസൊക്കെ വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സ്ലിമ്മിലിട്ടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കിട്ടും. നമ്മൾ എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കാം. ഇത് നമ്മളൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിലിട്ട് ഉരുട്ടുന്ന പരുവത്തിലേക്ക് ആവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് സെല്ല് ചെയ്യാനാണെങ്കിലും വളരെ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എഴുതി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.